ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ഫോൺ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് റിയൽമി GT മാസ്റ്റർ എഡിഷൻ എന്ന ഡിവൈസിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനിഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് റിയൽമി GT മാസ്റ്റർ എഡിഷൻ ബോക്സ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് റാപ്പ് എല്ലാം വരുന്നുണ്ട്. ആക്ച്വലി ഞാനിത് നേരത്തെ അൺബോക്സ് ചെയ്തതാണ്. ഞാൻ 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ്. എന്നാലും നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊണ്ടുവന്നേ ഉള്ളൂ. അതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ റിയൽമി GT മാസ്റ്റർ എഡിഷൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 770 പ്രോസസറാണ്, 5G പ്രോസസർ. പിന്നെ 120 Hz AMOLED സ്ക്രീൻ വരുന്നുണ്ട്. 65 Watt സൂപ്പർ ഡോട്ട് ചാർജിങ്. പിന്നെ സ്ലിം ലൈറ്റ് ആയിട്ടുള്ള മാസ്റ്റർ ഡിസൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 8GB വേരിയന്റ് ആണ്. 8GB 256GB. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 31,999 രൂപയാണ് കാണിച്ചിരിക്കുന്ന MRP. പക്ഷേ എനിക്കിത് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് സെയിലിനകത്ത് 21,499 എനിക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്തത്. നമുക്ക് ഇനി അടുത്ത് ഇതിനകത്തുള്ള ബോക്സ് കണ്ടന്റ്സ് എന്തെന്ന് നോക്കാം. സോ ഗൈസ്, ഇത്രയാണ് ബോക്സിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരു ബാക്ക് കേസ് വരുന്നുണ്ട്, സിൽക്കൺ കേസാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസാണ് അല്ലേ. അതുപോലെ തന്നെ സൂപ്പർ ഡോട്ട് ചാർജർ 65 വാട്ടിന്റെ. പിന്നെ ഒരു ടൈപ്പ് A to ടൈപ്പ് C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ അതാ ഒരു ചെറിയ പാംപ്ലെറ്റ്, അതിനകത്ത് കുറച്ച് റിയൽമിയുടെ പേപ്പർ വർക്ക്സ് ആണ് വരുന്നത്, വേറെ ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇതാ ഫോണാണ് കണ്ടേ. ഞാൻ ലൂണർ വൈറ്റ് മോഡലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 8GB 256GB. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇൻ ഹാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് ഒരു സിം ഇജക്ടർ പിന്നാണ്. ഇത്രയാണ് ബോക്സ് കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്ക് നേരെ ഇനി ഫോണിനകത്തുള്ള കാര്യങ്ങൾ എങ്ങനെ നോക്കാം. സോ ഗൈസ്, ഡിവൈസിന്റെ സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയാണ് ഡിവൈസ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതാണ് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത്. ആൾറെഡി ഞാൻ ഇത് നേരത്തെ ചെയ്തതാണ്. 2 ദിവസം ഞാൻ ഫോണിന്റെ പേഴ്സണൽ യൂസ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ഡിസൈനെ കുറിച്ച് വരുമ്പോൾ ഇതിൽ വരുന്നത് ഒരു ഗ്ലാസ് ബിൽഡാണ് ബാക്കിൽ വരുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രാഗൺ ടെയിൽ ഗ്ലാസ് ആണ്. ഇത് ആൾമോസ്റ്റ് നമ്മുടെ കോർണിംഗ് ഗോൾഡ് ഗ്ലാസ് 5ന്റെ സെയിം ടു സെയിം വരുന്നതാണ്. അതുപോലെ ഫ്രണ്ടിലും ഡ്രാഗൺ ടെയിൽ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിൽ വീഗൻ ലെതർ വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്, ഒരു മാസ്റ്റർ ഗ്രേ എഡിഷൻ. അതിനെ എടുത്തില്ല, കാരണം എനിക്ക് ഇതാണ് കുറച്ചുകൂടെ പേഴ്സണലി പ്രീമിയം ആയിട്ടൊരു ഫീൽ തോന്നിയത്. പിന്നെ ഇതിന്റെ ബോഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡ് ബോഡിയാണ്. നല്ലൊരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ താഴെയായിട്ട് ടൈപ്പ് C ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. അത് വളരെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോണോ സ്പീക്കർ വരുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, ഒരു സിംഗിൾ മോണോ സ്പീക്കറാണ് വരുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രൈമറി മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ടോപ്പിലേക്ക് വരുമ്പോൾ സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സിം ഇജക്ടർ ട്രേ ഉണ്ട്. ഇതൊരു ഡ്യുവൽ സിം മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. ഇതിനകത്ത് മൈക്രോ SD കാർഡ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യും. ഇപ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഫ്രണ്ടിലായിട്ട് ഇയർ പീസ് വരുന്നുണ്ട്. നമ്മുടെ കോളിംഗ് എല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള കോളിംഗ് കിട്ടുന്നതാണ്. ഞാനിത് യൂസ് ചെയ്തതാണ്. പിന്നെ സ്ക്രീനിലേക്ക് പറയുകയാണെങ്കിൽ 6.43 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 400 Hzന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് കമ്പനി ഇതിന്റെ സൈഡിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. കണ്ടേ, ഇവിടെ ആയിട്ട് ബോട്ടം പൊസിഷനിലായിട്ടാണ് വരുന്ന പൊസിഷനിങ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അൺലോക്ക് ചെയ്ത് കാണിച്ചാൽ വളരെ ക്വിക്കായിട്ട് അൺലോക്ക് ആവുന്നത്. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലേ, വളരെ പെട്ടെന്നാണ് അൺലോക്ക് ആവുന്നത്. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ആണല്ലോ, കറക്റ്റ് ആയിട്ട് അൺലോക്ക് ആവുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അൺലോക്ക് ആവുന്നത്. അതുപോലെ വളരെ സെക്യൂർ ആണ്. ഞാൻ ഇതിനകത്ത് വെള്ളം എന്തെങ്കിലും കയ്യിൽ നനച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തു, അപ്പോൾ ഇത് അൺലോക്ക് ആവുന്നില്ലായിരുന്നു. കറക്റ്റ് ആയിട്ട് ഫിംഗർ ക്ലീൻ ആണെങ്കിൽ മാത്രമേ ഇത് അൺലോക്ക് ആയി വരത്തുള്ളൂ. അപ്പോൾ വളരെ സെക്യൂർ ആയിട്ട് രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതിൽ ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. ഞാൻ ഫേസ് അൺലോക്ക് സെറ്റ് ചെയ്ത് നോക്കില്ല. ആക്ച്വലി ഒരുപാട് പേര് ഫേസ് അൺലോക്ക് യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. 2D ഫേസ് അൺലോക്ക് ആയതിന് തന്നെ വളരെ സെക്യൂർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി എൻ്റെ അഭിപ്രായം നിങ്ങൾ പിന്നോ ഫിംഗർ പ്രിന്റോ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഞാൻ സ്ക്രീനിന്റെ കാര്യം പറയുന്നത്, സ്ക്രീനിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഫുൾ മാക്സിമം ബ്രൈറ്റ്നസ് ആക്കി തരാം. അല്ലേ, 1000 നെറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിന് പറയുന്നത്. റെഗുലർലി ഒരു 700 nits വരെ നോർമലി നമുക്ക് കിട്ടും. ഔട്ട്ഡോർ വിസിബിലിറ്റിയിലാണ് ഈ 1000 nits പറയുന്നത്. അതുപോലെ തന്നെ ഔട്ട്ഡോർ ഒക്കെ യൂസ് ചെയ്ത് നോക്കി അപ്പോഴേക്കും വളരെ നല്ല രീതിയിലുള്ള വ്യൂയിങ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. യാതൊരുള്ള ബുദ്ധിമുട്ടോ റീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വളരെ ക്വാളിറ്റി ഉള്ള ഒരു AMOLED സ്ക്രീനാണ് ഇതെന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സ്, ആമസോണിലെല്ലാം വീഡിയോസ് എല്ലാം പ്ലേ ചെയ്ത് നോക്കി. വളരെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി കിട്ടുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് HDR 10+ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും HDR കണ്ടന്റ് വാച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ള കേപ്പബിലിറ്റി കൊടുത്തിട്ടില്ല. സോ ഗൈസ്, അടുത്ത് സോഫ്റ്റ്വെയറിനെ കുറിച്ച് സംസാരിക്കണം. ഇതിൽ വരുന്നത് Realme UI 2.0 സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ കറന്റ് റൺ ചെയ്യുന്നത്. Android 11 ബേസിലാണ് ഈ സോഫ്റ്റ്വെയർ റൺ ആവുന്നത്. ഇപ്പോൾ ഡിസംബർ സെക്യൂരിറ്റി പാച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജനുവരി സെക്യൂരിറ്റി പാച്ച് ഇതിന്റെ മന്ത് എൻഡിലാണ് റിയൽമിയുടെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് സീരീസിലും വരുന്നത്. പിന്നെ ഇതിനകത്ത് Realme UI 3യുടെ അപ്ഡേറ്റ് ഇപ്പോൾ അവർ ട്രയൽ വെർഷൻ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് ലിമിറ്റഡ് ബാച്ചിലാണ് ഇറക്കിയിരിക്കുന്നത്. എനിക്ക് ആ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിയോടെ തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസറിലുള്ള എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നത് പറയാം. Realme വളരെ സ്മൂത്ത് ആണ്. നമ്മളെ ഡെയിലി യൂസ് ചെയ്യുന്നതിനകത്ത് തന്നെ ലാഗോ സ്റ്റട്ടറോ ഇഷ്യൂസോ ഒന്നും എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ട് കണ്ടില്ലേ, വളരെ റെസ്പോൺസ് ആയിട്ടുള്ള ഒരു UI തന്നെയാണ്.
പക്ഷേ എനിക്ക് ഇതിനകത്ത് ഏക ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ബ്ലോട്ട് വെയർസ് ഉണ്ടായിരുന്നു. 25,000 രൂപയാണ് റെഗുലർ പ്രൈസ് ഈ ഫോണിന് വരുന്നത്. ഓഫർ ടൈമിൽ മാത്രം നമുക്ക് 21,500 കിട്ടുന്നത്. ആ പ്രൈസിന് കൺസിഡർ ചെയ്ത് നോക്കി തന്നെ ഇതിനകത്ത് ആൾറെഡി ഒരു 7-8ഓളം പ്രീ ഇൻസ്റ്റാൾഡ് ബ്ലോട്ട് വെയർസ് ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും, പക്ഷേ ചിലതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഹോട്ട് ആപ്സ് എന്ന് പറയുന്നത് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻ ഇതിനകത്ത് ഇതുവരെ കൊടുത്തിട്ടില്ല. നമുക്ക് ഡിസേബിൾ ചെയ്യാനും പറ്റത്തില്ല. ഇതിന് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഇതെനിക്കൊരു വളരെ അനോയിങ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രീമിയം പ്രൈസ് ടാഗ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ആഡ് ഫ്രീ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരണം. അല്ലാത്ത പക്ഷം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് ജസ്റ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞൊരു അഡീഷണൽ ടാബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൾവേസ് ഓൺ ഡിസ്പ്ലേ, അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട്. ഞാൻ പേഴ്സണലി സെറ്റ് ചെയ്ത ആൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് അനിമേഷൻ ആയാലും നമുക്ക് ഇഷ്ടമുള്ള അനിമേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ തീംസിന്റെ ഐക്കൺ സ്റ്റൈല്, ഐക്കണിന്റെ ലുക്ക്, നമുക്ക് ഐക്കണിന്റെ സൈസ് ഇതെല്ലാം മാറ്റാനും അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാറ്റാനുള്ള എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ ഡ്രോയർ ആയാലും അതിനകത്തുള്ള ഷേപ്പ്, സൈസിന്റെ ഇത്, കളറ്, അല്ലെങ്കിൽ തന്നെ ഇതിന് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്ന കളർ, ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ വളരെ ഫീച്ചർ ആയിട്ടുള്ള ഒരു UI ആണ് റിയൽമി UI എന്ന് പറയുന്നത്. സോ സാർ നമുക്ക് ഇതിന്റെ കണക്ടിവിറ്റി ആൻഡ് നെറ്റ്വർക്ക് ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു 5G ഫോണാണ്. ഇതിനകത്ത് 8ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. മെയിൻ സ്ട്രീം ബാൻഡ്സും സബ് GHz ബാൻഡ്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Wi-Fi 6 വരുന്നുണ്ട്. NFC സപ്പോർട്ടഡ് ആണ്. ഡ്യുവൽ ബാൻഡ് Wi-Fi 4 MIMO. അതുപോലെ തന്നെ ഡ്യുവൽ GPS സപ്പോർട്ട്, അങ്ങനെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. കണക്ടിവിറ്റി ഫീച്ചേഴ്സിന്റെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള Wi-Fi കണക്ഷനും നല്ല നെറ്റ്വർക്ക് ഡൗൺലോഡിംഗ് സ്പീഡും അപ്ലോഡ് സ്പീഡും എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ഒരു സ്റ്റേബിൾ ആയിരുന്നു. 4G+ കരിയർ റെഗുലേഷൻ ഉണ്ടെന്നാണ് അവിടെ സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്റെ ഡിവൈസിനകത്ത് 4G+ കാണിക്കുന്നില്ല. ഞാൻ എയർടെൽ സിമ്മിനകത്താണ് ചെക്ക് ചെയ്തത്. മേ ബി എന്റെ ടവറിനകത്തുള്ള ഇഷ്യൂ ആയിരിക്കാം. അല്ലാത്ത പക്ഷേ ഉണ്ടെന്നാണ് ഒരുപാട് നെറ്റ് ബ്ലോഗ്സിനകത്ത് ഞാൻ കണ്ടത്. അപ്പോൾ അത് ഉണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വേറെ അടുത്ത അപ്ഡേറ്റിലോ അടുത്ത റിവ്യൂലോ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അല്ലാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആയാലും Wi-Fi കണക്ടിവിറ്റിയും വളരെ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. Wi-Fi കോളിംഗ് എല്ലാം പിന്നെ വർക്ക് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ Wi-Fi വീഡിയോ കോളിംഗിന്റെയും 5G Wi-Fi കോളിംഗിന്റെയും എല്ലാ ഫീച്ചേഴ്സിനകത്ത് എനേബിൾഡ് ആയിട്ടുണ്ട്. ഇതുപോലെ 5G സപ്പോർട്ടഡ് ആണ്. 2 സിമ്മിൽ നമുക്ക് 5G ഉപയോഗിക്കാൻ സാധിക്കും. സോ ഗൈസ്, നമുക്ക് അടുത്ത് ഈ ഡിവൈസിന്റെ ഓഡിയോ ക്വാളിറ്റി കുറിച്ച് സംസാരിക്കാം. ഇതിനകത്ത് സിംഗിൾ മോണോ സ്പീക്കറാണ് വരുന്നത്. ബോട്ടം പോർഷനിലായിട്ടാണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കർ ഇല്ലാത്ത ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ കൺസിഡറിംഗ് ഒരു 21,000 ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്കത് വേണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യാവുന്നതാണ്. കാരണം അതിന് പകരമായിട്ട് ഹെഡ്ഫോൺ ജാക്ക് തന്നിട്ടുണ്ട്. ഈ സെഗ്മെന്റിനകത്തുള്ള പല ഫോൺസിനകത്തും ഇപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് വരാറില്ല. ഇതിനകത്തുള്ള ഏക ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു 2 കാര്യങ്ങളിൽ ഒന്നാണ് ഈ സ്റ്റീരിയോ സ്പീക്കർ ഇല്ലാത്തത് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഹൈറസ് ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന് സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിന്റെ ഓപ്ഷൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു സാമ്പിൾ ഓഡിയോ ഫുട്ടേജ് കേട്ട് നോക്കാം. ഇപ്പോൾ സോ ഗൈസ്, ഇപ്പോൾ സാമ്പിൾ ഓഡിയോ ഫുട്ടേജ് എടുത്തിരിക്കുകയാണ്. നമുക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടം പ്രശ്നം പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഓഡിയോ വരുന്നത്. Profanities. I see the world through ice covered in pink and bleach. Cross out the ones who hit my cars and watch me weep. സോ ഗൈസ്, നമുക്കടുത്ത് ഈ ഡിവൈസിന്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കാം. ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോൾ 4300 mAh ബാറ്ററിയാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും വിചാരിക്കുന്നുണ്ടോ 21,000 രൂപയ്ക്ക് 4300 mAh ബാറ്ററി ഉള്ള ഫോൺ, ഇപ്പോൾ 5000 mAh 6000 mAh ബാറ്ററിയുള്ള ഫോൺസ് എല്ലാം ഈ മാർക്കറ്റ് ഈ സെഗ്മെന്റ് വരുന്നുണ്ട്. പക്ഷേ ഈ 4300 mAh ബാറ്ററി ഇതിന്റെ ഒരു ഫോൺ ഫാക്ടറിന്റെ മെയിൻ വലിയൊരു ഘടകമാണ്. അതായത് വളരെ സ്ലിമ്മും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് എന്റെ ഡെയിലി യൂസ് ചെയ്തൊരു 5 hours 5.5 hours ചില 6 hours വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് 0 to 100% 30 മിനിറ്റ്സിനകത്ത് ചാർജ് ആവുന്നതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഞാൻ ഇതുവരെ 0% ആക്കി ചാർജ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഞാനൊരു 10% തൊട്ട് 100% വരെയൊക്കെ ഒരു 30 മിനിറ്റ്സിനകത്ത് ചാർജ് ആവുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അതുപോലെ തന്നെ ചാർജിങ് സമയത്ത് സ്ലൈറ്റ്ലി ഫോൺ ഒന്ന് ഹീറ്റ് ആവുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പിനെ കുറിച്ച് സംസാരിക്കാം. റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുമ്പോൾ LPDDR4X RAM ആണ് വരുന്നത്. അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ഡേ ടു ഡേ യൂസ് ചെയ്യാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസിലാണ് കിട്ടുന്നത്. നമുക്കിപ്പോൾ ലാഗോ സ്റ്റേറ്റോ ഇഷ്യൂസോ ഒന്നുമില്ല. വളരെ ലാപ്പ് ഓപ്പണിംഗ് ആയാലും ഒരു ആപ്പ് ഓപ്പണായി വരാനായാലും എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്. ട്രാൻസിഷനും കാര്യങ്ങളെല്ലാം വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് UFS 2.2 ആണ്. 2.1 അപേക്ഷിച്ച് ഓൾമോസ്റ്റ് 25% മോർ എഫിഷ്യന്റും മോർ ഫാസ്റ്റ് റീഡ് റൈറ്റ് സ്പീഡ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിന്റെ സ്റ്റോറേജ് സ്കോറെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. PC ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് വെച്ച് അതിനകത്ത് കിട്ടിയ ടെസ്റ്റ് സ്കോറെല്ലാം ഞങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരുന്നതാണ്.
അടുത്ത് നമുക്ക് ഇനി ഇതിന്റെ പ്രോസസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് Qualcomm Snapdragon 778G പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 5G പ്രോസറാണ്. 6 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രോസറാണ്. വളരെ ബാറ്ററി എഫിഷ്യന്റ് ആണ്. 2.84 GHz ആണ് ഇതിന്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. ഇതില് യൂസ് ചെയ്തിരിക്കുന്ന GPU എന്ന് പറയുന്നത് Adreno 642L എന്ന GPU ആണ്. ഇത് ആൾമോസ്റ്റ് നമ്മുടെ 860 GPUന്റെ ഓവർക്ലോക്ക് വെർഷൻ ആണ് ഈ 642L എന്ന് പറയുന്ന GPU. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് 860യെക്കാളും ബെറ്റർ ആയിട്ട് കിട്ടുമെന്നാണ് അവർ ഓൺ പേപ്പറിൽ പറയുന്നത്. ഞാൻ 1-2 സ്കോർസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴെല്ലാം എനിക്ക് കിട്ടിയ സ്കോർസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. സോ നമുക്കെടുത്ത് ഇതിന്റെ ഈ ഫോണിന്റെ റിയർ ക്യാമറയെ കുറിച്ച് സംസാരിക്കാം. റിയർ ക്യാമറയിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. പ്രൈമറി ലെൻസ് എന്ന് പറയുന്നത് f1.8 ആപ്പറേച്ചുള്ള ഓംനി വിഷൻ സെൻസർ ആണ്. OB64 എന്ന സെൻസറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി ലെൻസ് എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ആണ്. 8 മെഗാ പിക്സൽ ആണ് അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 190 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയാണ്. ആ ഫീച്ചർ ഞാൻ പറയുന്നത് ഒരു വേസ്റ്റ് ക്യാമറയാണ്. ഇതൊന്നും പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, പേരിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു കോർണറിലായിട്ടാണ് പഞ്ച് ഹോൾ വരുന്നത്. പഞ്ച് ഹോൾ ക്യാമറയകത്ത് വരുന്നത് 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ഇതിനകത്ത് Sony IMX616 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. f2.0 ആപ്പറേച്ചർ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. നോർമൽ ക്യാമറ സെൽഫി ക്യാമറ അപേക്ഷിച്ച് അല്പം വൈഡ് ആയിട്ടുള്ള സെൽഫിയാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി ഫുട്ടേജ് എല്ലാം നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നതാണ്. സോ ഇതായിരുന്നു Realme GT മാസ്റ്റർ എഡിഷൻ Intialimpression വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻ തന്നെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഇടാമെന്നാണ് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടെല്ലാം ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.